നമസ്കാരം. ജി സുധാകരനുമായി ചുറ്റിപ്പറ്റി ഉയർന്ന സകലമാന വിവാദങ്ങൾക്കും കഴിഞ്ഞ ദിവസം അദ്ദേഹം ഒരു പൊതുവേദിയിലെ പ്രസംഗത്തിൽ മറുപടി പറഞ്ഞു. ഇന്നിപ്പോ മറ്റൊരു വേദിയിൽ ഇത്രയും ദിവസം മാപ്രകൾ കെട്ടിപ്പൊക്കിയ അല്ലെങ്കിൽ അവർ ഭാവനാപരമായി സൃഷ്ടിച്ച പല കഥകൾക്കുമുള്ള മറുപടി എത്തിയിട്ടുണ്ട്. അത് കെ വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയതായിക്കോട്ടെ, ഒട്ടകം ഗോപാലൻ കാണാൻ വന്നതായിക്കോട്ടെ, അങ്ങനെ സകലമാന വിഷയങ്ങളിലും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ആ മറുപടി കേൾക്കുമ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഈ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ചിലരെ ചുറ്റിപ്പറ്റി മാധ്യമങ്ങൾ എത്ര വിദഗ്ധമായിട്ടാണ് വാർത്തകൾ സൃഷ്ടിക്കുന്നതെന്നും ആ വാർത്ത കൊണ്ട് അവർ ലക്ഷ്യം വെക്കുന്ന പല കാര്യങ്ങളുണ്ട്. കാര്യം ഓരോ ദിവസവും ഇടതുപക്ഷത്തിനകത്ത് പ്രശ്നങ്ങളുണ്ട്, ഇടതുപക്ഷത്തിനുള്ളിൽ പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന് പൊതുസമൂഹത്തിന്റെ ഉള്ളിൽ ഒരു തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ കിണഞ്ഞ പരിശ്രമം മറ്റാരുടെയോ കൊട്ടേഷൻ ഏറ്റെടുത്ത് ചെയ്യുന്നതെന്ന് തോന്നുന്ന സാഹചര്യമാണ്. കാര്യം ആ പ്രതികരണത്തിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹം നേരിടുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ അദ്ദേഹത്തിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ, അതിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഒരു കാര്യം ഒട്ടകം ഗോപാലകൃഷ്ണന്റെ കാര്യമാണ്. അറിയാലോ, BJP സംസ്ഥാന വക്താവാണ്. അദ്ദേഹം പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റിനെ ചുറ്റിപ്പറ്റിയാണ്. അതായത് ഇദ്ദേഹത്തെ സംബന്ധിച്ച് മാപ്രകൾ ഒരു കഥ ഇറക്കുന്നു, അദ്ദേഹം അസ്വസ്ഥനാണ്, പിണറായിയുമായി അകലുന്നുണ്ട്, CPM വിളിക്കുന്നില്ല, ക്ഷണിക്കുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ പാർട്ടി മാറാൻ അവസരമുണ്ടാകുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ KC വേണുഗോപാലിന്റെ സന്ദർശനം എന്ന നിലയ്ക്ക് അവർ ഒരു വലിയ വാർത്ത കൊടുക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ജനങ്ങളെ കേൾപ്പിക്കാതെ ആ ഒരു കൂടിക്കാഴ്ചയെ മുൻനിർത്തിക്കൊണ്ട് സംശയം ജനിപ്പിക്കുന്ന പല കഥകൾ മെനയുകയാണ്. അതിനെ സംബന്ധിച്ച് പിന്നീട് അദ്ദേഹം വളരെ കൃത്യമായിട്ട് ശ്രീകണ്ഠൻ നായരുടെ തന്തയ്ക്ക് വിളിച്ചെല്ലാം മറുപടി കൊടുത്തിരുന്നു. അത് അവിടെ അവസാനിക്കാതെ ജി സുധാകരന്റെ ഇന്നത്തെ പ്രതികരണത്തിലൂടെ ഏറ്റവും വലിയ കോമഡിയായി മാറുന്നത് ഒട്ടകം ഗോപാലകൃഷ്ണന്റെ കാര്യമാണ്. അതായത് ഒട്ടകം ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തെ പോയി സന്ദർശിച്ചു എന്നും ഭാര്യയോട് പോയി 1 മണിക്കൂർ സംസാരിച്ചു എന്നും മാപ്രകളുടെ കോലിന് മുന്നിൽ ഒറ്റ തള്ളങ്ങ് തള്ളി. സംഭവം 1 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഒരു പുസ്തകം കൊടുക്കാൻ പോയതിന്റെ പേരിൽ അദ്ദേഹവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അത് 1 വർഷം പിന്നിട്ടു എന്ന് പറയുന്നുണ്ട്. ആ പുസ്തകം വായിച്ചു കഴിഞ്ഞതിന് ശേഷം ഇപ്പോ ഒരു തേങ്ങ ഉടച്ച സ്ഥിതിക്ക് ഞാനും കൂടി കാരാം, ഉടയ്ക്കണമെങ്കിൽ ഞാനും കാരാം എന്നുള്ളതിലേക്ക് അദ്ദേഹം BJPയുടെ നാവായിട്ട് വന്നിട്ട് ഞാനും കൂടിക്കാഴ്ച നടത്തി. ഇപ്പോ ആരോഗ്യ സംബന്ധമായിട്ട് അദ്ദേഹം ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിൽ തുടരുന്ന സന്ദർഭത്തിൽ ഞാനും കൂടിക്കാഴ്ച നടത്തിയെന്ന് ഒട്ടകം ഗോപാലകൃഷ്ണൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഇതൊക്കെ എന്തൊരു പച്ച കള്ളങ്ങളാണ് ഈ നാടിനോട് വിളിച്ചു കൂവുന്നതെന്ന് ജി സുധാകരന്റെ ആ പ്രതികരണത്തിൽ കൃത്യമായി തെളിയിക്കുകയാണ്. പെട്ടെന്നൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നത്, അങ്ങയെ കാണാൻ KC വേണുഗോപാൽ വരുന്നു, അങ്ങയുടെ മനസ്സ് പകുതി BJPയോടൊപ്പമാണെന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് B ഗോപാലകൃഷ്ണൻ പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടായി വന്നത്? ഞാനാണോ സമാനം പറയേണ്ടത്? ഞാൻ നിരപരാധിയല്ല. ഞാൻ അങ്ങനെ വല്ലതും പറഞ്ഞോ? ഗോപാലകൃഷ്ണന്റെ മനസ്സ് പകുതി മാർക്സിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അയാളുടെ ഭാര്യയുടെ മനസ്സ് മാർക്സിസ്റ്റ് ആണെന്ന് ഞാൻ പറഞ്ഞു. വീട്ടിലിരിക്കുന്ന എൻ്റെ ഭാര്യയെ പറ്റി വരെ പറയുക. എൻ്റെ ഭാര്യയുടെ മനസ്സ് അയാൾ എങ്ങനെ അറിഞ്ഞു? അപ്പൊ ഗോപാലകൃഷ്ണ ആൾ മാത്രമേ അങ്ങനെ പറയുള്ളൂ കേരളത്തിൽ. അങ്ങേ വന്ന് കണ്ടു എന്നാ പറഞ്ഞേ. KC വേണുഗോപാലും കണ്ടു, ഗോപാലകൃഷ്ണനും കണ്ടിരുന്നു എന്ന് പറഞ്ഞു. എന്താ കണ്ടാൽ എന്താ കുഴപ്പം? ഇവിടെ കണ്ടാൽ എന്താ കാണുന്ന കുഴപ്പമല്ലേ? എന്ത് കുഴപ്പം? അപ്പൊ EP ജയരാജൻ സഖാവ് കണ്ടത് കുഴപ്പമാണല്ലോ. EP ജയരാജൻ കണ്ടത് കുഴപ്പം പോലെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പ്രശ്നം. മറ്റു പാർട്ടിക്കാരല്ലേ? കോൺഗ്രസ് അല്ലേ? മറ്റു പാർട്ടിക്കാർ കാണരുതെന്ന് ആര് പറഞ്ഞു? പാർട്ടി പറയുന്നു. പാർട്ടി പറഞ്ഞിട്ടില്ല. പാർട്ടിക്ക് അത് പറയാനും പറ്റില്ല. കാരണം പാർട്ടിയുടെ ഉന്നത നേതാക്കന്മാർ ആരെയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് രാഷ്ട്രീയ പ്രവർത്തനം. കണ്ടതുകൊണ്ട് എന്താ ഉടനെ ചാരിത്രം ഇല്ലാതാവുമോ? കണ്ടതുകൊണ്ട് എന്താണെന്നുള്ളത് വലിയ ചോദ്യമാണ്. ADGP അജിത് കുമാർ കണ്ടതും കുഴപ്പമാണ്. അങ്ങനെയുണ്ടെങ്കിൽ ചുമ്മാ അജിത് കുമാറിന്റെ കിജിത്ത് കുമാറിന്റെ ഒന്നും കാര്യം എന്നോട് ചേർത്ത് പറയാതെ. എന്നെ കാണാൻ ആരൊക്കെയോ വരുന്നുണ്ടാവും. ഇന്ന് വരെ ഒരു വിവാദം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആ വരുന്നവരെ എന്നെ സ്വാധീനിക്കുന്നില്ലല്ലോ. അല്ല, വളരെ പെട്ടെന്നാണല്ലോ ഇവര് KC വേണുപോലൊക്കെ വരുന്നത്. പെട്ടെന്നല്ല, നിങ്ങൾക്ക് അറിയാത്തതുകൊണ്ടാണ്. ഇതിനു മുമ്പും വരാറുണ്ട്. എന്താ വന്നാല് എനിക്ക് അയാളുമായിട്ട് 19 വർഷത്തെ പരിചയമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച്, ഞാൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റിൽ കേരളയിൽ സിൻഡിക്കേറ്റ് മെമ്പറായിരിക്കും, പുള്ളി സെനറ്റ് മെമ്പറാണ്, വിദ്യാർത്ഥി പ്രതിനിധിയാണ്, KSUവിൻ്റെ പ്രസിഡന്റാണ്. അയാൾ അസംബ്ലിയിലുണ്ടായിരുന്നപ്പോൾ ഞാൻ മിനിസ്റ്റർ, ഞാൻ MLA ആയിരിക്കും, പുള്ളി മിനിസ്റ്റർ. പിന്നെ ഇപ്പോൾ പാർലമെന്റിലേക്ക് പോയി. ആലപ്പുഴക്കാരനാണ്, ആലപ്പുഴയാണല്ലോ ഇപ്പോൾ. അതെ. അയാൾ പിന്നെ പരിചയമില്ലാതിരിക്കാൻ എന്താ കാര്യം? അങ്ങനെയാണ് പിണറായി വിജയൻ മോഡിയെ കാണാൻ പോകുന്നുണ്ടല്ലോ, കാണാൻ പാടില്ലല്ലേ? ഞാനും പിണറായി വിജയനും കൂടി കഴിഞ്ഞ ഗവൺമെന്റിൽ മോഡിജിയെ കാണാൻ പോയല്ലോ. ഗഡ്കരിയെ കണ്ടല്ലോ. ഗഡ്കരി ഇവരൊക്കെ RS അല്ലേ? ഈ പൊതുജീവിതത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ തമ്മിൽ കാണുന്നത്
ദുരുദ്ദേശപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമുള്ളൂ. അങ്ങനെ 62 വർഷമായിട്ട് എന്തെങ്കിലും ചെയ്തതായിട്ട് വല്ലതും പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ലല്ലോ. വന്നു, അതിനെന്താ വന്നതുകൊണ്ട്? അയാൾ എൻ്റെ അസുഖമൊക്കെ കഴിഞ്ഞു മാറി എന്നെ ഒന്ന് കാണാൻ വന്നതേ ഉള്ളൂ, അയാൾ പോവുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഞാൻ അയാളോടാണ് ആകെ ഒരു രാഷ്ട്രീയം പറഞ്ഞത്. അതായത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് തെറ്റാണെന്ന് കോൺഗ്രസ് പരസ്യമായി പറയാത്ത കാലത്തോളം കോൺഗ്രസ് ഇന്ത്യയിൽ ഇനി അധികാരത്തിൽ വരുത്തില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം BJP അത് ഉന്നയിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഏകാധിപത്യത്തെ പറ്റി പറയാൻ അവകാശമില്ല. അതൊന്നും മിണ്ടിയില്ല. ഇതാണ് ആകെ കൂടി പറഞ്ഞ ഒരു രാഷ്ട്രീയം. അത് KCയോട് പറഞ്ഞു. KCയോട് പറയണമല്ലോ. ഒരു 5 മിനിറ്റ് കിട്ടിയപ്പോൾ അങ്ങ് പറഞ്ഞു. എന്നാൽ ഞാൻ KCയെ CPM-ലേക്ക് ക്ഷണിച്ചില്ല. അയാൾ എന്നെ ഒരിക്കലും കോൺഗ്രസിലേക്ക് ക്ഷണിക്കത്തുമില്ല. അത്ര മണ്ടനൊന്നുമില്ല അയാൾ. പിന്നെ ഗോപാലകൃഷ്ണൻ വന്നു. അങ്ങ് തന്നെ ഒന്ന് ആലോചിച്ച് നോക്കാം. 1 വർഷം മുമ്പ് എന്തോ ഒരു ആവശ്യം വന്നതാണ്. ബിഫോർ 1 ഇയർ. ഈയിടെ വന്നല്ലേ പറഞ്ഞത്? ആ പത്രവാർത്ത നോക്കാം. ഈയിടെ വന്നു. അതിനങ്ങനെ പറഞ്ഞു. അതെന്ത് ഉത്തരവ്? പാർട്ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അല്ലേ, എന്തിനാ അങ്ങനെ പറഞ്ഞു? ഞാനൊന്നും മിണ്ടിയില്ലല്ലോ, ഞാനൊന്നും പ്രതികരിച്ചില്ലത് എൻ്റെ മാന്യത. രണ്ടാമത് എൻ്റെ വൈഫായിട്ട് 1 മണിക്കൂർ സംസാരിച്ചത് എന്തോ. എൻ്റെ വൈഫ് അങ്ങനെ 1 മണിക്കൂറായിട്ട് വെളിയിൽ നിന്ന് വരുന്ന ആരോടും സംസാരിക്കാറില്ല. അവർ കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ പ്രവർത്തകയായിരുന്നു. പഠിച്ച അതേ ST കോളേജിൽ ജോലി കിട്ടി. അവരുടെ അച്ഛൻ അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കോമേഴ്സിൻ്റെ ഹെഡായിരുന്നു. അവരവിടെ അതേ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി. റിട്ടയർ ചെയ്തിട്ടിപ്പോൾ കുറച്ച് വർഷമേ ആയുള്ളൂ. എന്നിട്ട് വീട്ടിൽ അടുക്കളപ്പണി ചെയ്യുക. ഇപ്പോൾ ഭക്ഷണം ഉണ്ടാക്കുക ജോലി, വേറെ ഒന്നിനും പോയില്ല. മുൻ മന്ത്രിയുടെ ഭാര്യയാണ്. ഇത്രയൊക്കെ യോഗ്യതയാണ്. PhD ഉണ്ട്, MPhil ഉണ്ട്, എവരിത്തിങ് ഷീ ഗോട്ട്. ഒരു സർക്കാർ ജോലിക്കും പോയില്ല. ഇടതുപക്ഷ ഗവൺമെൻറ് കീഴിലായാലും. ആരെല്ലാം പോയി? ഞങ്ങൾ പോയില്ല. അങ്ങനൊന്നും ഞങ്ങൾ പോയിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇങ്ങനെ പലരും വരുന്നു. വർഷം വന്നു പോയി. അദ്ദേഹം ഒരു പുസ്തകം തരാമെന്നതാണ്. അതായത് അവരെന്തോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച ആ കാലത്ത്. അവിടെ രാഷ്ട്രീയമാണല്ലോ. അപ്പോൾ എല്ലാ ജില്ലകളിലെയും അവർക്കൊരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽപ്പെട്ട അവർ പ്രമുഖരെന്ന് പറയുകയാണ്. ആ പ്രമുഖരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തി എനിക്ക് ആ പുസ്തകം തരാമെന്നതാണ്. ആ പുസ്തകം വായിച്ചു. ഞാൻ വായിക്കുകയും ചെയ്തു. ഞാനത് എൻ്റെ ലൈബ്രറി വെച്ചിട്ടുണ്ട്. അയാളത് കഴിഞ്ഞ് പോവുകയും ചെയ്തു. ഇപ്പം ഇത് വന്നപ്പോൾ അദ്ദേഹം അതിലേക്ക് കയറി എടുത്ത് ചാടിയത് അവർക്ക്. ഇനി ഞാൻ ഏതെങ്കിലും BJPക്കാരനെ എന്നെ പഠിക്കാത്ത കയറ്റുമോ? ഞാൻ കേട്ടത്തില്ല. ഒരു എൻ്റെ അയലത്തെല്ലാം BJPക്കാരുണ്ട്. എൻ്റെ വാർഡ് താമസിക്കുന്ന വാർഡിലെ മെമ്പർ BJP സ്ത്രീയാണ്. അവിടെ 50 വോട്ടിന് അവർ ജയിച്ചു ഭൂരിപക്ഷം. പഞ്ചായത്ത് ഞങ്ങൾക്കാണ് 17-13 ഞങ്ങളാണ്. ഇനി ഞാൻ കയറ്റുമോ? അതുകൊണ്ട് ഞാൻ കയറ്റത്തില്ലെന്നല്ല, എല്ലാവർക്കും വരാം. അല്ല, കുറച്ച് മുമ്പ് പറഞ്ഞ എങ്ങനെയാണ് ആർക്കും ആരെയും വന്ന് കാണാമല്ലോ. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റായിട്ടുള്ള ഒത്തിരി സങ്കല്പങ്ങൾ ഇരിക്കുകയാണ്. ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്, സുനിലിനെ ഓർമ്മിപ്പിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധകാലത്ത് സഖാവ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിൽ ഒത്തുതീർപ്പുണ്ടാക്കി, ഒരുമിച്ച് കണ്ട്. എന്തിനായിരുന്നു? ഹിറ്റ്ലർ ഈ ലോകത്തെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് അല്ലേ? അതുപോലൊരു കൊലയാളി ഉണ്ടായിട്ടുണ്ടോ? കോൺസെൻട്രേഷൻ ക്യാമ്പിലിട്ട് എത്ര ലക്ഷം ആളെയാണ് കൊന്നത്? എസ്പെഷ്യലി ജ്യൂസിനെയും കമ്മ്യൂണിസ്റ്റുകാരെയും. സ്റ്റാലിൻ അനാക്രമണം വിടണോ? തമ്മിൽ യുദ്ധം വേണ്ട. ചരിത്രത്തിൽ കിടക്കുകയല്ലേ. അതെന്താണ് ചെയ്തത്? അദ്ദേഹം ചെയ്തത് ഹിറ്റ്ലറുടെ സൈന്യം ഇപ്പോഴത്തെ യുക്രൈൻ അന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമാണ്, USSRന്റെ ഭാഗമാണ്. 16 റിപ്പബ്ലിക്കുകളും അതിൽ 100 സ്റ്റേറ്റുകളുമുള്ള ലോകത്തിൻ്റെ 6 കഷണത്തിൽ ഒന്നെടുത്ത റഷ്യ മാത്രമായിരുന്നു, സോവിയറ്റ് യൂണിയൻ. ആ യുക്രൈൻ വഴി വേണം വരാൻ, റഷ്യ ആക്രമിക്കാൻ. ഈ ജർമ്മൻകാർ അതിലെയാണ് 1ാം ലോക മഹായുദ്ധകാലത്ത് വന്നത് അങ്ങനെയാണ്. അപ്പോൾ അതൊന്ന് ഹാൾട്ട് ചെയ്ത് നിർത്താൻ വേണ്ടി ചെയ്തു. അപ്പോൾ അവർക്ക് അവിടെ ആവശ്യമായ സംവിധാനം ഉണ്ടാക്കാനാണ്. ഇവർ ആക്രമിക്കുമെന്നല്ല, പിന്നെ ആക്രമിച്ചല്ലോ. ആക്രമിച്ച് മോസ്കോയുടെ അടുത്ത് വരെ വന്നു. അവസാനം മൊത്തം തിരിച്ചോടിച്ച് എല്ലാവരെയും തോൽപ്പിച്ച് ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ്റെ മുകളിൽ ചെങ്കൊടിയാണ് ഉയർത്തിയത്. അതിനാണ് അടവ് നയമെന്ന് പറയുന്നത്. അതുകൊണ്ട് സ്റ്റാലിനുമായിട്ട് അദ്ദേഹം കണ്ടതൊരു തെറ്റായി. അപ്പോൾ ഓരോരോ സാഹചര്യങ്ങളിൽ അങ്ങനെ ശത്രുതാപരമായ രാഷ്ട്രീയമുള്ളവരും കാണാറുണ്ട്. ഓരോ ആവശ്യമായിരിക്കും. ഇതൊക്കെ ഒരു രാഷ്ട്രീയ വിശാല ബോധമുണ്ടെങ്കിലേ മനസ്സിലാവൂ. അല്ലാതെ ഇന്നത്തെ ഈ ഓപ്പൺ സൊസൈറ്റിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജിയോട് പ്രതിബദ്ധതയുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ പ്രതിബദ്ധതയുണ്ടെന്ന് ഈ നാട്ടിലെ ജനത്തിന് വിശ്വാസമുണ്ടെങ്കിൽ ഒന്നുകൊണ്ടും പിടിക്കണ്ട. അതല്ല പകലൊന്ന് പറയുകയും രാത്രി വേറൊന്ന് കാണിക്കുകയും ചെയ്യുന്ന കുറച്ചാളുണ്ടല്ലോ.
ആ കൂട്ടത്തിൽ എന്നെ ആരും പെടുത്തിയിട്ടില്ല, ശത്രുക്കൾ പോലും പെടുത്തിയിട്ടില്ല. ഉറപ്പാണ്. അതുകൊണ്ട് VS നെ അങ്ങനെ ആരും പെടുത്തിയിട്ടില്ല. സൂര്യൻ ഒരു കാരണവശാലും പേടിക്കും. കേരളത്തിലെ മാപ്ര രാഷ്ട്രീയ കൂട്ടുകെട്ടുകളിലൂടെ ഇടതുപക്ഷ വിരുദ്ധ വാർത്തകൾ ഏതൊക്കെ രീതിയിലാണ് സൃഷ്ടിച്ചു വിടുന്നതെന്ന് കൃത്യമായി ബോധ്യപ്പെടുന്നില്ല. ഒരു വ്യക്തി ചിന്തിക്കാത്ത കാര്യമാണ്, പറയാത്തതിനെ പറഞ്ഞു എന്ന് വരുത്തുകയാണ്, ഏതെങ്കിലും ഒരു ഭാഗം അടർത്തിയെടുത്ത് വിവാദത്തിൽപ്പെടുത്തുകയാണ്. ഒരാൾ ഉദ്ദേശിക്കുന്ന കാര്യമൊന്നും പുറത്തേക്ക് വരുന്നത് മറ്റൊന്നും. അതായത് ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർ വളരെ കൃത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്തൊക്കെ കുറ്റങ്ങൾ ഇതിൽ നിന്ന് കണ്ടുപിടിക്കാം, എന്തൊക്കെ വിവാദങ്ങൾ ഇതിനിടയിൽ നിന്ന് സൃഷ്ടിക്കാം. ഒരാൾ പറയാത്ത കാര്യം പറഞ്ഞു എന്നും അയാൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അത് മറ്റൊന്നുമായി കണക്ട് ചെയ്ത് മനസാ വാച ചിന്തിക്കാത്ത രീതിയിൽ പല തരത്തിലുള്ള വിവാദത്തിൽപ്പെടുത്തുന്നുണ്ടെന്ന് തെളിയിക്കുകയാണ്. മരിച്ചാൽ പോലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് നിന്ന് വഴിമാറില്ലെന്ന് അദ്ദേഹം അടിവരയിട്ട് പറയുന്നുണ്ട്. ഒരൊറ്റ BJP-ക്കാരെ എന്റെ വീടിന്റെ പടിക്കകത്ത് കയറ്റില്ലെന്ന് പറയുന്നുണ്ട്. ഇതിനേക്കാൾ ക്ലാരിറ്റിയോടുകൂടി ഇനി ഒരു മനുഷ്യൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? എന്നിരുന്നാലും നമ്മുടെ മാപ്രകൾക്ക് ചില ദിവസങ്ങളിൽ ഇടതുപക്ഷത്തിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കാൻ, സൃഷ്ടിക്കാൻ പല തരത്തിലുള്ള നുണക്കഥകൾ ഇടതുപക്ഷ നേതാക്കന്മാരെ പോയി കണ്ടിട്ട് അവർ പറയുന്ന വാചകങ്ങളെ വളച്ചൊടിച്ച് വിവാദങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട് എന്ന് വളരെ കൃത്യമായി ജി സുധാകരന്റെ പ്രതികരണം തെളിയിക്കുകയാണ്.